താൻ വരരുതായിരുന്നു. അച്ഛനെ മുഷിച്ചിലുണ്ടാക്കി. എന്തിനാ? അതുകൊണ്ട് എന്താ കാര്യം? എന്തിന്? എന്ത് കാര്യത്തിന്? ഒന്നും ചിന്തിച്ചില്ല. വരണമെന്ന് തോന്നി വന്നു. ഇഷ്ടായിലേക്ക് പോവാം. എനിക്ക് ആരുടെ ഇഷ്ടക്കേട് വാങ്ങണമെന്നില്ല. ഇഷ്ടക്കേടോ? ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഭാനു എന്നെ കാണാൻ വരുമ്പോ ഞാൻ ചെയ്ത തെറ്റുകൾ താൻ പൊറുത്തു എന്നല്ലേ ഞാൻ കണക്കാക്കേണ്ടത്. അതിലെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ പിന്നിട്ട കാലത്ത് ചെയ്തു പോയ തെറ്റുകൾക്ക് ഞാൻ ഇന്ന് പലിശ സഹിതം ശിക്ഷ വാങ്ങിക്കുകയാണ്. അപ്പോ എന്നെ കാണാൻ വരിക, സ്നേഹമോ കാരുണ്യമോ ഒരു നോട്ടത്തിലൂടെയെങ്കിലും എനിക്ക് തരിക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഈശ്വര കോപം ഉണ്ടാവും. താൻ വെറുതെ പാവം വലിച്ച് തലേ കേട്ടണ്ട. ഞാൻ അറിഞ്ഞിരുന്നത് ഇയാളിന് ബലമുള്ളൊരു ശരീരം മാത്രമല്ല, അതിൽ ഉറപ്പുള്ളൊരു മനസ്സും ഉണ്ടെന്നായിരുന്നു. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നു, പാതി ചത്തു എന്ന് പറയുന്ന ശരീരത്തിനുള്ളിൽ മുഴുവൻ ചത്ത ഒരു മനസ്സാണുള്ളതെന്ന്. അതിനനുവദിക്കരുത്. മനസ്സിന്റെ ധൈര്യം വീണ്ടെടുത്താൽ പിന്നെ നടക്കാൻ കാലുകൾ വേണ്ട. ക്ഷമിക്കണം, ഞാൻ ഉപദേശിക്കല്ല. അതിനും മാത്രമുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാനുമതി. എനിക്ക് തിരിച്ചും ഈ ഭാര്യർ എവിടെ പോയി കിടക്ക? ഭാനുവിന് ഇന്ന് ശരിക്കും വഴക്ക് കേൾക്കും. ഏയ്, കറണ്ടും വന്നില്ലല്ലോ. എനിക്കിപ്പോ ഇരുട്ടാ ഇഷ്ടം. മുഖം കാണാതെ സംസാരിച്ചിരിക്ക, അതാ നല്ലതെന്ന് തോന്നാ. ഭാര്യരായിരിക്കും. ഭാര്യമാനല്ല. പിന്നെ ആരാ അവിടെ? ആ, വന്നു അല്ലേ ദമ്മാടി? ഇങ്ങോട്ട് കയറി വരിക. തന്നെ ഒന്ന് കാണട്ടെ. അല്ലേ, പഴയ നീലകണ്ഠം മരിച്ചു. ഈ ശരീരം ഒരു പാഴ് വസ്തുവാണ്. ജീവിച്ചിരിക്കുന്നതിന് തെളിവായി ഒരു സ്മാരകം മാത്രം. മറുത്തു പറയരുത്. എന്നോട് കാണിക്കുന്ന ഒരു ദയ, ഒരു പാവത്തിൽ നിന്നെങ്കിലും മുക്തി കിട്ടാൻ ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. ഞാൻ കരുതിയത് അച്ഛൻ അറിയുമ്പോ വലിയ സന്തോഷാവുന്ന. അച്യുതേട്ടന്റെ കാര്യസ്ഥ പണി തുടങ്ങിയ പിന്നെ അച്ഛന് തേങ്ങയുടെയും ചക്കയുടെയും കണക്കേ ഉള്ളൂ. നൃത്തവും സംഗീതവും ഒക്കെ മറന്നുപോയി. നിനക്ക് സന്തോഷായോ? എനിക്ക് തൃപ്തിയായി. ചേച്ചി നൃത്തം തുടങ്ങിയാൽ മാത്രമല്ല, മൂപ്പര് തന്നെ അതിന് കാരണക്കാരനായല്ലോ എന്ന് ഓർക്കുമ്പോ. വെറുതെ ഒരു ശ്രമം നടത്തിയതാ.
ഭാനു ഇരിക്കൂ. പണിക്കർ സാറിനെ ഒന്ന് അറിയിക്കായിരുന്നു. അറിയിച്ചു കഴിഞ്ഞല്ലോ. ഭാനു എന്താ കരുതിയത്? മറുപടിയും വന്നു. അദ്ദേഹം വരുന്നുണ്ട്. ഓ ആ, കൂടെ ഡൽഹിയിൽ എന്റെ സുഹൃത്തായ CS ഉണ്ട്. അയാൾ നാഷണൽ ടിവിക്ക് വേണ്ടി ഒരു പ്രോഗ്രാം തയ്യാറാക്കുന്നുണ്ട്. കേരളത്തിൽ വെച്ചാ എന്റെ ഷൂട്ടിംഗ്. ഭാനുവാ ആ പരിപാടിയുടെ ഡെമോൺസ്ട്രേഷൻ നടത്തുന്നത്. എങ്ങനെ? ഇത്രയൊന്നും പെട്ടെന്ന്? എന്താ കരുതിയത് നീലകണ്ഠനെ കുറിച്ച്? ഞാനിവിടെ വെറുതെ ഇരിക്കാന്നാ? എഴുന്നേൽക്കണോ? അങ്ങനെ ഒരു ചിന്ത ഇല്ലാതില്ല. ഞാൻ സഹായിക്കാം. പ്രയാസാവും. ശ്രമിക്കാലോ. താൻ എവിടായിരുന്നു? പൊറുതി മുട്ടിയിരിക്കുക ശേഖരന്റെ ആൾക്കാരെ കൊണ്ട്. പുഴക്കരപ്പറമ്പിൽ ഒരൊറ്റ നാളികേരമില്ല. എന്തിനും ഇപ്പൊ അവറ്റയ്ക്ക് ധൈര്യം ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു തൂണുപോലെ 4 എണ്ണം. സ്വന്തം തടി നോക്കി എവിടെങ്കിലും ഒളിച്ചിരിക്കാവും. അവരെ എന്തിനാ കുറ്റം പറയുന്നത്? കണ്ട കാല് തല്ലി ഓടിക്കുന്നല്ലേ അവന്റെ ഭീഷണി. ഞാനൊരു പെറ്റീഷൻ കൊടുത്താലോ എന്ന് വിചാരിക്കുക. പോലീസുകാർക്ക് ഇത്തിരി ചില്ലറ കൊടുത്താലും വേണ്ടില്ല. വേണ്ട, എന്തെങ്കിലും ആവട്ടെ. ഇനിയും വേണ്ട വഴക്കും വക്കാണോ. ഞാനെല്ലാം മറക്ക മനഃപൂർവ്വം. മറന്നേ പറ്റൂ. കാരണം ഇപ്പൊ മനസ്സ് മുഴുവൻ നീയാണ്. നീ, നിന്റെ ഭാവി, നിന്റെ ജീവിതം.